ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ജീവിതത്തിൽ സാമ്പത്തികമായി മുന്നിൽ നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരല്ലേ? അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. ചിലർ എളുപ്പവിധിയിലൂടെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കും, മറ്റു ചിലർ കഠിനാധ്വാനത്തിലൂടെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ എളുപ്പവിധിയിലൂടെ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരിൽ ചിലർ തിരഞ്ഞെടുത്ത ഒരു എളുപ്പം എന്ന് പറയുന്നൊരു വഴിയാണ് നമ്മുടെ യൂട്യൂബ്. എന്നാൽ പുറമേ നിന്ന് കാണുമ്പോൾ എളുപ്പം. ഒരു ഫോൺ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ടിട്ട് ക്ലിക്ക് ആവാം എന്ന് കരുതും. ചിലരാകട്ടെ യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമല്ലോ എന്ന് കരുതിയിട്ട് കയ്യിലുള്ള കാശും എടുത്ത് വില കൂടിയ ഫോണ്, ക്യാമറ, സ്റ്റുഡിയോ സെറ്റപ്പ് തുടങ്ങിയവയൊക്കെ ഒരുക്കും. ശരിയല്ലേ? യൂട്യൂബ് നല്ലൊരു മണി ഏണിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ അത്ര എളുപ്പമല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാഴ്ചയിൽ എളുപ്പം, എന്നാൽ ക്ഷമയും കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയും ഒരുപോലെ വേണ്ടുന്ന ഒരു ജോബ് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇന്ന് കാണുന്ന എല്ലാ യൂട്യൂബേഴ്സും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവർ ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ ഭാഗ്യവും തുണയ്ക്കണമെന്ന് മാത്രം. അതെന്താണെന്നറിയോ? നമ്മൾ ചാനൽ തുടങ്ങി നിരന്തരം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ക്ലിക്കാവുന്ന ചാനലുണ്ട്. അതുപോലെ നിരന്തര പ്രയത്നം കൊണ്ട് ക്ലിക്കാവുന്ന ചാനലുകളുമുണ്ട്. അതുപോലെ തന്നെയാണ് യൂട്യൂബിൻ്റെ നിയമങ്ങൾ. കൃത്യമായി അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള കണ്ടന്റ് ചെയ്യാം, എന്നാലേ വീഡിയോ യൂട്യൂബിലിടുന്നത് യൂട്യൂബിൻ്റെ പോളിസിക്ക് അനുസരിച്ചായിരിക്കണം എന്ന് മാത്രം. യൂട്യൂബിലൂടെ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. യൂട്യൂബിലൂടെ എങ്ങനെ നല്ല വരുമാനം നേടാം, എങ്ങനെ വ്യൂവേഴ്സിനെ കൊണ്ടുവരാം, സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോകൾ നിങ്ങൾ ഇതിനകം തന്നെ കണ്ടു കാണും. ആ വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് സ്വീകരിക്കാവുന്നതാണ്. എന്നാലേ പലരും പറയാത്ത, ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത്, നിങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങി, അത് ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ പറയുന്നു. അവർ നിങ്ങളോടുള്ള പരിചയത്തിന് മേൽ എല്ലാം ചെയ്യുന്നു. അങ്ങനെ ആദ്യം ഇടുന്ന വീഡിയോയ്ക്കെല്ലാം നല്ല വ്യൂസ് വരുന്നു. പതിയെ വ്യൂസ് കുറയുന്നു, സബ്സ്ക്രൈബേഴ്സ് കുറയുന്നു. അതിൻ്റെ കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ പറഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ചാനലിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താ എന്നല്ലേ പറയാം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് യാചിക്കും. അവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും തരും. എന്നാൽ ആദ്യമൊക്കെ നിങ്ങളുടെ വീഡിയോ കണ്ടവർ പിന്നെ കാണില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻ്റ് ആണ്, പക്ഷേ ആരും നന്നാവുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹവുമുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെ ആദ്യം നിങ്ങളുടെ കൂടെ നിന്നവർ അകലും, വീഡിയോ കാണാതെയാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ചാനൽ ഡൗൺ ആകും. നമ്മളിടുന്ന വീഡിയോ, നമുക്കൊരു 500 സബ്സ്ക്രൈബർ ഉണ്ടെന്ന് കരുതുക. അതിൽ ഭൂരിഭാഗം ആൾക്കാരും ലൈക്ക് ചെയ്യുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്, കമൻറ്റ് വരുന്നുണ്ട് എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെയാണ്. അല്ലാതെ വീഡിയോ കണ്ടൻറ്റ് ക്വാളിറ്റി ഉണ്ട്, വീഡിയോ ക്ലാരിറ്റി ഉണ്ട്, ഓഡിയോ ക്ലാരിറ്റി ഉണ്ട് എന്നൊക്കെ നോക്കിയല്ല യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഉണ്ട് എന്നത് നിങ്ങൾക്ക് വരുന്ന വ്യൂസിനെയും ലൈക്കിനെയും ആശ്രയിച്ചാണ്. അപ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നല്ലൊരു ഗ്രോത്ത് നിങ്ങളുടെ ചാനലിന് വേണമെങ്കിൽ ചാനൽ തുടങ്ങുക, യൂട്യൂബ് നിർദ്ദേശിക്കുന്ന പ്രകാരം വീഡിയോ തുടരെ ഇടുക. നിങ്ങൾ പറയാതെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഫോളോ ചെയ്തു വരുന്ന വ്യൂവേഴ്സ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ചാനലിലെ ഒരു അസറ്റായിട്ട് തന്നെ മാറും. വൈകാതെ തന്നെ ചാനൽ ഗ്രോ ആവുകയും ചെയ്യും. അതിനൊപ്പം ക്ഷമ കാണിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ നാളെ നിങ്ങൾ ആഗ്രഹിച്ച തലത്തിലേക്ക് നിങ്ങളുടെ ചാനൽ വളർന്നു വരികയുള്ളൂ. എന്നാൽ തുടക്കത്തിൽ തന്നെ കയ്യിലുള്ള പണം മുഴുവനും ചിലവഴിക്കാതെ ഉള്ളത് വെച്ച് മുന്നോട്ട് പോകുക. വരുമാനം വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാലോ. പിന്നെ വലിയ ചാനലുകൾ കണ്ടിട്ട് അതുപോലെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കരുത്. അവരും ഇന്നത്തെ നിലയിലെത്തിയത് അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് വളർന്നിട്ടാണ് എന്ന് നിങ്ങൾ ഓർക്കണം.